പത്തനംതിട്ട റാന്നി കിഴക്കൂഴൂർ രജിത കൊലക്കേസ് പ്രതി അതുൽ സത്യന് ജീവപര്യന്തം കഠിന തടവ് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഷിജോ കുര്യൻ വിവരങ്ങളുമായുണ്ട്. ഷിജോ, ഈ കൊലപാതകം, രജിതയുടെ കൊലപാതകം മക്കളുടെ മുന്നിലിട്ടാണ് പ്രതി വെട്ടിക്കൊന്നത്. അത്തരത്തിൽ റാന്നിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. അതിലിപ്പോൾ പ്രതിക്ക് കഠിന തടവ്, ജീവപര്യന്തം കഠിന തടവ് എന്നുള്ള വാർത്ത വരുന്നുണ്ടല്ലോ, വിവരങ്ങൾ. ജൂൺ മാസം 24-നായിരുന്നു പത്തനംതിട്ട റാന്നി കീഴ്ക്കൊഴൂർ സ്വദേശിയായിട്ടുള്ള രഞ്ജിതയ്ക്കൊപ്പം താമസിച്ചിരുന്ന യുവാവ് അതുൽ സത്യൻ അതിക്രൂരമായിട്ട് മക്കളുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ സംഭവത്തിലാണ് 2 വർഷത്തിന് ഇപ്പുറം പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഈ പ്രതി കുറ്റക്കാരനാണെന്നും ഈ പ്രതിക്കുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കോടതി നടപടികൾ തുടങ്ങിയതിന് പിന്നാലെ ഈ സംഭവത്തിൽ പ്രതി അതുൽ സത്യൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു. അതിന് പിന്നാലെ അല്പസമയം മുമ്പാണ് പ്രതിക്കുള്ള ശിക്ഷ കോടതി വിധിച്ചത്. പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 3.5 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഈ 3.5 ലക്ഷം രൂപ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മക്കൾക്ക് നൽകണം എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. 2023 ജൂൺ മാസം 24-ാം തീയതി രഞ്ജിതയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്താനുള്ള കാരണം എന്ന് പറയുന്നത്, രഞ്ജിത ഈ പറയുന്ന അതുൽ സത്യനെതിരെ റാന്നി പോലീസിൽ പരാതി കൊടുത്തിരുന്നു. രഞ്ജിതനെ അതിക്രൂരമായിട്ട് ഈ പ്രതി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. രഞ്ജിതയുടെ കുടുംബം ഈ പ്രതിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. ഈ പരാതി കൊടുത്തതിന്റെ വൈരാഗ്യത്തിലാണ് രഞ്ജിതനെ മക്കളുടെ മുന്നിലിട്ട് അതുൽ സത്യൻ അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. രഞ്ജിതനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ രഞ്ജിതയുടെ മാതാപിതാക്കളെയും സഹോദരിയെയും വെട്ടി പരിക്കേൽപ്പിക്കുകയും ഈ പ്രതി ചെയ്തിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ഈ സംഭവത്തിലാണ് പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും 2 വർഷത്തിനിപ്പുറം ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട റാന്നി രജിത കൊലക്കേസിൽ പ്രതി അതുൽ സത്യന് ജീവപര്യന്തം കഠിന തടവ് എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഒരു പ്രതികരണമുണ്ട് ഇതിൽ, അതിലേക്ക്. ഇന്ന് ബഹുമാനപ്പെട്ട കോടതി 3 IPC പ്രകാരവും 307 പ്രകാരവും ആംസ് ആക്ട് പ്രകാരവും 449 ട്രസ്പാസും പ്രതി ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 302 പ്രകാരം കൊലപാതകത്തിന് ജീവപര്യന്തം കഠിന തടവും, വധശ്രമത്തിന് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൊല്ലാൻ ശ്രമിച്ചതിന് 10 വർഷം കഠിന തടവും, ഹൗസ് ട്രസ്പാസിന് 10 വർഷം കഠിന തടവും, അതോടൊപ്പം തന്നെ ആംസ് ആക്ട് പ്രകാരം 2 വർഷം കഠിന തടവിനും, വധഭീഷണി മുഴക്കിയതിന് 1 വർഷം കഠിന തടവിനും, 324 IPC പ്രകാരം 1 വർഷം കഠിന തടവിനും ബഹുമാനപ്പെട്ട കോടതി പ്രതിയെ ശിക്ഷിച്ചിട്ടുണ്ട്. മൊത്തം ജീവപര്യന്തം കഠിന തടവും 24 വർഷം മറ്റു വകുപ്പുകളിലായി കഠിന തടവിനുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് സെപ്പറേറ്റായി ശിക്ഷ പ്രതി അനുഭവിക്കണം. അതോടൊപ്പം തന്നെ 3.5 ലക്ഷം രൂപയും മരിച്ചുപോയ രഞ്ജിതയുടെ കുട്ടികൾക്ക് കൊടുക്കാനായി കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.